ആ മേമ. സോറി അപ്പു, ഡിസ്റ്റർബ് ആയോ നിനക്ക്? എന്താ മേമ ഇങ്ങനെ പറ? അത് മുത്തശ്ശനൊരു ജോത്സ്യനെ വിളിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് നേരത്തെ വരാൻ പറ്റുമോ? ആ മേമ, ഞങ്ങളിത് ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങാം. ഓക്കെ, ബൈ. കൊള്ളാലോ. ചേച്ചി, നിങ്ങള് എല്ലാത്തരം ഭക്ഷണങ്ങളും കഴിക്കാറുണ്ടോ? ഫണ്ണി തിങ് ഈസ്, എനിക്ക് ആക്ച്വലി എല്ലാം കഴിക്കാൻ പറ്റും. പെർട്ടിക്കുലർ ആയിട്ട് അങ്ങനെ ഒന്നിനോടും പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. ചിലപ്പോഴൊക്കെ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് എനിക്ക് തന്നെ സംശയം തോന്നും. പക്ഷെ അപ്പോഴേക്കും അമ്മ വന്ന് കണ്ണിലെ തെളിച്ചം മുഖത്ത് തെളിച്ചെന്നൊക്കെ പറയില്ലേ. അഞ്ജു, നിനക്ക് എന്റെ മുഖത്ത് എന്തെങ്കിലും ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ചേഞ്ചും കാണുന്നില്ലെന്ന് പറഞ്ഞ ചേച്ചിക്ക് ചിലപ്പോ അത് ഹേർട്ടാവില്ലേ? പറയടി ചേച്ചി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്കൊന്ന് ഡോക്ടറെ പോയി കണ്ടാലോ? കറക്റ്റാ. ആക്ച്വലി ഞാൻ ആ പ്രഗ്നൻസി കിറ്റ് ഒന്ന് ഓർഡർ ചെയ്യേണ്ടതായിരുന്നു. അതിൽ കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ നമുക്ക്. അതെ, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാ കൺഫേം ആക്കാലോ. ചേച്ചി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. അമ്മയാണെങ്കിൽ ചേച്ചി പ്രഗ്നന്റ് ആയതില് വലിയ സന്തോഷത്തിലാ. ചേച്ചിയാണെങ്കിലും ചേട്ടനോട് പറയാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരിക്കാം. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് കൺഫേം ആക്കുന്നത് നല്ലതല്ലേ? എന്തിനാ അഞ്ജു വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം? പ്രിയ പ്രഗ്നന്റ് അല്ലെന്നാണോ? അയ്യോ, അങ്ങനെയല്ലമ്മേ. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് കൺഫേം ആക്കി കഴിഞ്ഞാ എല്ലാവർക്കും നല്ലതല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് പ്രഗ്നന്റ് അല്ലാന്നെങ്ങാനും അറിഞ്ഞാൽ അത് എല്ലാവർക്കും സങ്കടമുള്ളതല്ലേ? എന്തേ നിന്റെ നാത്തൂൻ പ്രഗ്നന്റ് ആയത് നിനക്ക് ഇഷ്ടമായില്ലേ? അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഡോക്ടറെ ഒന്ന് പോയി കണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് വരാനല്ലേ പറഞ്ഞത്? അശോക് ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ ഡോക്ടറെ കാണാൻ പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അശോകിനോട് എന്താ ഇതുവരെ ഈ കാര്യം പറയാത്തേന്നറിയോ? സർപ്രൈസിന് മാത്രമല്ല, റാമിന്റെ കല്യാണ തിരക്കില് അവന്റെ ജോലി മുഴുവൻ പെൻഡിംഗ് ആയിരുന്നു. ഇപ്പൊ അവൻ ദുബായിലും മലേഷ്യയിലും ഒക്കെ ആയിട്ട് തിരക്കിലല്ലേ. ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞ അവൻ അവിടെ നിൽക്കാനും കഴിയില്ല, വരാനും കഴിയില്ല. അതുകൊണ്ടുകൂടിയാ ഞാൻ പറയാത്തെ. പ്ലീസ് അഞ്ജു, പ്ലീസ്, നിനക്ക് വിഷമമൊന്നും തോന്നല്ലേ? എന്റെ അമ്മ ഇങ്ങനെയാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. ഇതിലൊന്നും നീ ചെവി കൊടുക്കാൻ നിൽക്കണ്ട. ഐ ആം സോ സോറി. ഇല്ല ചേച്ചി, എനിക്കൊരു കുഴപ്പമില്ല. ആഹാ, മുത്തശ്ശി ഉണ്ടാക്കിയ കോഫി കുടിക്കുന്നത് തന്നെ ഒരു സന്തോഷമാ. ഞങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ഇതുപോലെ രുചി കിട്ടത്തില്ല. താങ്ക്സ് അമ്മ. മുത്തശ്ശ ഇപ്പൊ എന്നെ മേമ വിളിച്ചിരുന്നു. കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് പോണം ഞങ്ങക്ക്. ഇത്ര വേഗം പോകണോ? കുറച്ചു നേരം കൂടി നിന്നിട്ട് പോയാ പോരെ? അതെ അച്ഛാ, ഞങ്ങളവിടെ ഇൻഫോം ചെയ്തില്ലായിരുന്നു ഇങ്ങോട്ട് വരുന്ന കാര്യം. ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് നല്ലതല്ലല്ലോ. ആ, അത് ശരിയാ. നിങ്ങള് അവരെ മുഷിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഇനി ഇങ്ങോട്ട് വരുന്ന വഴിയൊന്നും മറന്നു കളയല്ലേ? ഇല്ലെന്നേ. എന്ത് പോവാറായോ? സീതമ്മ, എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ കുറച്ചു നേരം കൂടെ ഇവിടെ ഇരുന്ന് കളിച്ചോട്ടെ. അച്ഛൻ കോഫി കുടിക്കുന്നത് വരെ നിനക്ക് സമയമുണ്ട്. അതുവരെ മോള് പോയി കളിച്ചോ. സിഹി, രാമങ്കിൾ കോഫി കുടിക്കുന്നത് വരെ നമുക്ക് പോയി കളിക്കാം. വാ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു വന്നപ്പോ ഈ കുഞ്ഞുങ്ങളുടെ മുഖമൊക്കെ വാടി നിൽക്കായിരുന്നു. എല്ലാവർക്കും സിഹി ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമ. സീത, നിന്റെ അമ്മയുടെ കഥ അത് തന്നെയാ. ഓ, വലിയൊരാള്. നിങ്ങൾക്കും അതെ. മുത്തശ്ശി, നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ഞാനും സീതയും സിഹിയും ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കും. അതുപോലെ. ശരി അമ്മ, പോയിട്ട് വരാം. പോയി വാ മോളെ. ബാ, അകത്തേറി കുങ്കുമം തൊട്ടിട്ട് പോ. സീതേ, അവനെ വിളിച്ചോണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് വരണേ. രാമ, എന്റെ ഭർത്താവിന്റെ നമ്പർ ഉണ്ടല്ലോ. ആ ചേച്ചി ഉണ്ട്, മറന്നിട്ടില്ല. ഈ കുങ്കുമം മാത്രമാണോ കൊടുക്കുന്നേ? ഒരു 50 രൂപയും കൂടെ വെച്ച് കൊടുക്കാൻ പാടില്ലേ? കുഴപ്പമില്ല, അവര് തിരക്കിട്ട് പോവാൻ നിൽക്കല്ലേ. ശരി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവര് പോയിട്ട് ഒരു 50 രൂപ വെച്ച് ഒഴിഞ്ഞാ മതി. അമ്മേ,
ശരി, പോയിട്ട് വരാം. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണേ. ശരി മോളെ. അച്ഛാ, എന്നാ ശരി. ആരോഗ്യമൊക്കെ നോക്കണേ അച്ഛാ. വി മിസ് യു സിഹി. ഞാനും അങ്ങനെയാടാ. നിങ്ങളെയും എന്റെ വീടിനെയും എല്ലാരെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ടടാ. ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ അങ്ങോട്ടും വരണം കേട്ടോ. വീഡിയോ കോളൊക്കെ ചെയ്യണേ. പോയി വാ മോളെ. ശരി അമ്മ. സിഹി മോളെ, ഇടയ്ക്കിടയ്ക്ക് വരണോട്ടോ. മുത്തശ്ശനെയും മുത്തശ്ശിയും കാണാൻ തോന്നുമ്പോഴൊക്കെ വരണോട്ടോ. ശരി മുത്തശ്ശി. ചക്കരുമ്മ. ബൈ 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 ബൈ. ടാറ്റാ ഫ്രണ്ട്സ്. ബൈ. മുത്തശ്ശി, അവരോട് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറയാൻ അവരെന്താ അടുത്ത വീട്ടിലാണോ? കണ്ടോ, അവരെന്തായാലും വരും. എന്തായാലും വരും. ആ, എന്റെ സീതയുടെ ഭാഗ്യവാ ഭാഗ്യം. നല്ല വീട്ടിലേക്കാ കെട്ടിച്ചയച്ചത്. എന്നെ കണ്ടോ, എനിക്കൊരു വീട് പോലും ഇല്ല. ടെലിവിഷൻ. എന്താ മുത്തശ്ശ, എന്ത് പറ്റി? സീതയുടെയും സിഹിയുടെയും ജാതകം ഒന്ന് ജ്യോത്സ്യരെ കാണിക്കും. ജാതകമോ? എന്തിനാ? എന്റെ ഒരു സമാധാനത്തിന്. മുത്തശ്ശ, നിങ്ങൾ വെറുതെ പാനിക് ആവല്ലേ പ്ലീസ്. അപ്പു, അച്ഛന് സിഹിയുടെ പേരിലൊരു ഗണേശ പൂജ നടത്താനായിട്ട് ആഗ്രഹമുണ്ട്. പൂജയും കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തുന്നത് നല്ലതിനല്ലേ? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. സീത, നിങ്ങളുടെ രണ്ടുപേരുടെയും ജാതകം വേണം മോളെ. എന്താ മോളെ, എന്തു പറ്റി? മുത്തശ്ശ, ഞാൻ സിഹിയുടെ ജാതകം എഴുതിയിട്ടില്ല. ആണോ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് പിന്നെ ഭാർഗവി, നാളെ ജ്യോത്സ്യരോടൊന്ന് വീട്ടിലേക്ക് വരാൻ പറ. സിഹിയുടെ ജാതകം എഴുതിക്കണം. ശരി. സീത. അപ്പു. ആ മേമ. ഒന്നിങ്ങ് വന്നേ. ഓക്കെ മേമ. സീത, എന്ത് പറ്റി? യു ലുക്ക് അപ്സെറ്റ്. ഓൾ ഓക്കെ? എന്തോ ഒരു പ്രയാസം പോലെയുണ്ട് റാം. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടത് പറ. സിഹിയുടെ ജാതകം എന്റെ അടുത്തില്ല. മുത്തശ്ശൻ ചോദിച്ചപ്പോ എനിക്ക് എന്തോ ഒരു പ്രയാസം പോലെ. ഐ എം സോറി. ഇതിലിപ്പോ സോറി പറയാനേ മാത്രം എന്താ ഉള്ളത് സീത? മുത്തശ്ശൻ എന്തോ ജാതകം നോക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളതൊന്നും തടയാൻ വേണ്ടി പോകണ്ട. അല്ല, നിനക്കെങ്ങാനും സിഹിയുടെ ജാതകം എഴുതുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ വേണ്ട, ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ടല്ല, അവളുടെ ജാതകം എന്റെ കയ്യിലില്ലല്ലോ. അതുകൊണ്ടാ വല്ലാത്തതുപോലെ. വേറെ ഒന്നുമില്ല. നീ പോയി കഴിക്കാൻ നോക്ക്. അത്രേ ഉള്ളോ? യു ജസ്റ്റ് മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ. റിലാക്സ്. നീ ഒരുമിച്ച് കഴിക്കാൻ പാ. ഇല്ല, എനിക്ക് വേണ്ട. ഓക്കെ. ഞാനെങ്ങാനും ഇപ്പൊ പോയി കഴിച്ചില്ലെങ്കിൽ മേമയ്ക്ക് വെറുതെ ദേഷ്യമോ? സിഹി കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാവളെ. അതിനുവേണ്ടി നീ ഇപ്പൊ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. യു ടേക്ക് റെസ്റ്റ്. മതി. മേമേ, മേമ ഉണ്ടാക്കിയ ഗുലാബ് ജാമുൻ സൂപ്പർ ആയിട്ടുണ്ട്. ആണോടാ? ഒന്നുകൂടെ തരട്ടെ? യെസ്, ഐ വാണ്ട് 2 മോർ. വെരി ഗുഡ്. എനിക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലോ. ഐ ആം ഫൈൻ. അനിമോനെ, അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല മോനെ. ഡയബറ്റിക്സ് ഉള്ളവരോട് അങ്ങനെ പറഞ്ഞാൽ അവർക്കത് വിഷമാവില്ലേ? ബ്രോ, ഷീ ഈസ് എ ഡയബറ്റിക് പേഷ്യന്റ്. അവൾക്ക് സ്വീറ്റ്സ് കഴിക്കാൻ കഴിയില്ല. അതെ, ഞാൻ സ്വീറ്റ് കഴിക്കാറില്ല. എനിക്ക് സ്വീറ്റും വേണ്ട. കാരണം എന്താണെന്നറിയോ? എന്റെ പേരിന്റെ അർത്ഥവും സ്വീറ്റ് എന്നാ. ഐ ആം ടോക്കിംഗ് വിത്ത് മൈ ബ്രോ, നോട്ട് യു. അനി, എന്തൊക്കെയാടാ നീ പറയുന്നത്? വയറ് നിറഞ്ഞെങ്കിൽ കിടക്കാൻ നോക്ക്.
അന്ന് ഞാൻ നിന്നോട് 83 വേൾഡ് കപ്പിന്റെ പകുതിയെ കുറിച്ച് പറഞ്ഞില്ലേ? ബാക്കി കൂടി പറഞ്ഞുതരാം. വാ. ഞാൻ അതിന് ചെറിയ കുട്ടിയല്ല. ഞാൻ ഒറ്റയ്ക്ക് ഉറങ്ങിക്കോളാം. നീ ഒറ്റയ്ക്കാ കിടക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പോയി ഉറങ്ങടാ. ഇവിടെ ചിലർക്കൊന്നും ഒറ്റയ്ക്ക് ഉറങ്ങാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഗുഡ് നൈറ്റ് മോം. ഗുഡ് നൈറ്റ് ഡാഡ്. ഗുഡ് നൈറ്റ് ചാ. അച്ഛാ, ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ തന്നെ ഉറങ്ങിക്കോട്ടെ? യാ ചക്കരേ. അതായത് നിന്റെ അച്ഛന്റെ അമ്മയുടെയും ജീവിതത്തിൽ എപ്പോഴും നിന്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്നല്ലേ അതിന്റെ അർത്ഥം? ഫുൾ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ആദ്യമായിട്ട് കിടന്ന് ഉറങ്ങിയത്. ഇനി ഞാൻ എന്നും അച്ഛന്റെ അമ്മയുടെയും കൂടെ കിടക്കുന്നെന്ന് എന്റെ അച്ഛൻ പറഞ്ഞല്ലോ, അല്ലേ അച്ഛാ? പക്ഷെ ഇനി എന്നെ ഒറ്റയ്ക്ക് ഗസ്റ്റ് റൂമിൽ കിടത്തണ്ടെന്ന് ബഡ്ഡി ബംഗാരി അമ്മ ആന്റീനോട് പറയോ? മേമയോട് എന്തിനാ പറയുന്നേ? അതെന്താണെന്നോ, അവരിന്നലെ പറഞ്ഞു എന്നോട് ഗസ്റ്റ് റൂമിൽ കിടന്നുറങ്ങാൻ. മേമ നിന്നോട് അവിടെ ഉറങ്ങാൻ പറഞ്ഞോ? ഓക്കെ. എടി സിഹി, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ ഫിൽറ്റർ ഇല്ലാതെ സംസാരിക്കുന്ന എന്താ? ഈ കുട്ടി തേവാങ്കൂര് സാധാരണക്കാരിയല്ല. അപ്പൂ അത് പിന്നെ മേമ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ. പക്ഷേ സിഹിമോൾക്ക് ഈ വീടൊന്ന് അഡ്ജസ്റ്റ് ആവുന്നത് വരെ ഞങ്ങളിവിടെ കിടന്നോട്ടെ. ഞാൻ അവളോട് പറഞ്ഞ കിടന്നോളാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇന്നത്തെ കാലത്ത് സ്വന്തം കുട്ടികളെ മുത്തശ്ശനെയും മുത്തശ്ശി ഏൽപ്പിച്ച് അവർക്ക് പ്രൈവസി വേണമെന്ന് പറയുന്ന എത്ര കപ്പിൾസിനെ കണ്ടിട്ടുണ്ട്. നിന്റെയും സീതയുടെയും കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രൈവസി കിട്ടിക്കോട്ടെ എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. ബട്ട് ഇറ്റ്സ് യുവർ ചോയ്സ്. പ്രൈവസി എന്ന് പറഞ്ഞാ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ പറ്റിയ കാര്യമല്ല. നീ ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും രാമ? ചെറിയ നിങ്ങൾ എന്താ? ഇറ്റ്സ് ഓക്കെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ നല്ലത്. എന്നിട്ട് ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ദേഷ്യം വന്നു. ലങ്ക മൊത്തത്തിലങ്ങ് കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് ശ്രീരാമൻ, ലക്ഷ്മണൻ ഇവരെല്ലാവരും ഒന്നാകും. സീത, ഇഫ് യു ഡോണ്ട് മൈൻഡ് ആ കോളൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഹലോ. ഇതൊന്ന് തീർത്തിട്ട് വരാട്ടോ. ജീവിത പുഷ്പം, പൂക്കളിൽ റാണിയാം പനിനീരിന്റെ തണ്ടിൽ തൊട്ടാൽ നോവും, വേദനിക്കും, മേലാകെ മുള്ളുകളാ. പക്ഷേ പൂവാവുന്ന ദിവ്യഗിരിയുടെ നാളെ ഒരിക്കൽ കാലം അതിന്റെ തലയിൽ ചൂടിക്കൊടുക്കും. നിങ്ങളിപ്പോ എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായേ ഇല്ല മുത്തശ്ശ. ഇപ്പൊ മോള് റോസാപ്പൂ കണ്ടിട്ടില്ലേ? അതിൽ മുള്ളും ഉണ്ടാവും, പൂവും ഉണ്ടാവും. മുള്ള് നമ്മൾ കടന്നു വന്ന വഴിയിലെ പ്രയാസങ്ങള്, പൂവ് നമുക്ക് ലഭിക്കുന്ന സുഖവും സന്തോഷവും. കണ്ടിന്യൂസ് ആയിട്ട് കഷ്ടപ്പെട്ടാൽ അവസാനം സുഖവും സന്തോഷവും ലഭിക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം. ഞാൻ ഈ പറഞ്ഞത് നിനക്കൊട്ടും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതെ മുത്തശ്ശ, എനിക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷെ നിങ്ങളിപ്പോ വായിച്ചില്ലേ, അത് സൂപ്പർ ആയിരുന്നു. മുത്തശ്ശ, സിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണമായിരുന്നു. അതെയോ? ശരി മോളെ, നീ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടോ. ജോത്സ്യരെ, നിങ്ങളെ വിളിപ്പിച്ചതിന്റെ ഉദ്ദേശം ഞങ്ങളുടെ കുട്ടി സിഹിമോളുടെ ജാതകം എഴുതാനായിരുന്നു. അതിനെന്താ, ആയിക്കോട്ടെ. സീത, നമ്മുടെ സിഹി ജനിച്ച സ്ഥലം, ദിനം, സമയം എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും.
പറഞ്ഞു ബ്രോ. ജനിച്ച ദിവസം, ജനിച്ച സ്ഥലം, നക്ഷത്രം, ഗോത്രം, രാശി, സ്വാമി, ഈ കുഞ്ഞിന്റെ അമ്മ. ഇതെന്ത് ചോദ്യ സ്വാമി ചോദിക്കുന്നേ? സിഹിമോള് സീതയുടെ മോളാ. സിഹി എന്റെ മോളാ, എന്റെ മോളാ സിഹി. ശരി മോളെ. കാര്യം എന്താണെന്ന് പറയൂ സ്വാമി. സ്വാമി, എന്താ ഞാൻ പറയുക? ഈ കുഞ്ഞിന് ഒന്നോ രണ്ടോ അല്ല, ഒരുപാട് ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വീടിനും ആ കുഞ്ഞിനും ഒന്നല്ലെങ്കിൽ മറ്റൊരു പരീക്ഷണം വന്നുകൊണ്ടിരിക്കും. അശോക്, ഐ മിസ്സിംഗ് യുവർ ടീ കേട്ടോ. ഇനി അതിന് പിണങ്ങാൻ നിൽക്കണ്ട. നിന്നെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. നിന്റെ കൂടെ ഇരുന്ന് ടീ കുടിക്കുന്നതും ടീ കുടിക്കുന്ന സമയത്ത് നീ പറയുന്ന ഫിലോസഫി എല്ലാം ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഒന്ന് വേഗം വാ. ആ, ഇപ്പൊ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാം. ഓക്കെ, നീ ഹാപ്പി ആയിട്ടിരിക്കേ. മിസ് യു. ബൈ. അമ്മ, എന്റെ ലഞ്ച് എവിടെ? റെഡി റെഡി. അല്ല പ്രിയ, ഇന്ന് നിനക്ക് ഓഫീസിലേക്ക് പോണോ? ഈ സമയത്ത് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കേണ്ടല്ലേ മോളെ? അമ്മ, ഓഫീസിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നവും. പിന്നെ സമയം കിട്ടിയാ ഡോക്ടറെ ഒന്ന് കണ്ട് ടെസ്റ്റ് ചെയ്തിട്ടും കൂടെ വരാം. ശരി, പോയിട്ട് വാ. അഞ്ജു. ആ ചേച്ചി. ചേച്ചി, ഇന്ന് തന്നെ ടെസ്റ്റ് ചെയ്യണേ, ലേറ്റ് ആക്കല്ലേ. ഷുവർ. സീ യു. ബൈ. ആ, ശ്രദ്ധിച്ചു പോണേ. അഞ്ജു, എന്റെ പ്രിയെ നീ എങ്ങനെയാ മയക്കിയെന്ന് എനിക്കറിയില്ല. പെറ്റ അമ്മ പറയുന്നതിനേക്കാൾ നീ പറയുന്നത് അവൾക്കിപ്പോ വേദവാക്യം. നിന്റെ നാത്തുൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം നിനക്ക് പ്രൂവ് ചെയ്ത് തരാൻ വേണ്ടിട്ട് അവള് ടെസ്റ്റ് ചെയ്യണം. ഇന്നലെ നീ ഇത് എന്നോട് പറഞ്ഞപ്പോ നിങ്ങളെ ഡോക്ടേഴ്സിനെ എല്ലാം ഞാൻ കൊച്ചാക്കിയില്ലേ? അതിന്റെ വാശി കൊണ്ടല്ലേ ഇങ്ങനെ വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്തോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ? അയ്യോ അമ്മേ, അങ്ങനെയൊന്നും അല്ല. ഒരു തവണ ഡോക്ടറെ പോയി കണ്ടാ അത് നന്നാവുന്നല്ലേ ഞാൻ പറഞ്ഞേ. അതിലെന്താ അമ്മ ഒരു തെറ്റ്? തെറ്റൊന്നും ഞാൻ പറഞ്ഞില്ല മോളെ. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ടെസ്റ്റ് ചെയ്തേ പറ്റൂ. അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വിഷമം എന്താണെന്നോ? ഇവിടെ പെറ്റ അമ്മയുടെ വാക്കിന് ഒരു വിലയില്ല. എന്നെക്കാളും എന്റെ മോൾക്ക് നീയാ വലുത്. മരുമോനും അതെ, അനിയത്തിയല്ലേ. ഭാര്യയേക്കാൾ കൂടുതൽ സ്നേഹം നിന്നോട് അവൻ കാണിക്കുന്നെ. അതിന് പറ്റിയ മോളാ എന്റെ. അവരുടെ ജീവിതത്തിനേക്കാൾ അവർക്ക് രണ്ടുപേർക്ക് നിന്നെ പറ്റിയ ആലോചന. എനിക്കെന്തായാലും പേടിയുണ്ട്. ചിലപ്പോ തോന്നുന്നു നിന്നെ ആലോചിച്ച് അവർക്കുണ്ടാവുന്ന കുഞ്ഞിനെ പോലും അവര് നോക്കാൻ മറക്കുമെന്ന്. അല്ലെങ്കിൽ മരുമകൻ അവന്റെ സ്വന്തം ജീവിതം നോക്കാതെ ഫ്രണ്ടിന്റെ ജോലിയും കൂടി നോക്കി നടത്തുക. അതിന്റെ കൂടെ അനിയത്തിയുടെ ജീവിതം നന്നാക്കാനുള്ള ഉത്തരവാദിത്വം. നീ എന്നിട്ടൊരു വലിയ ദുഷ്ടനെ പോയി പ്രേമിച്ചു. എന്തായാലും പ്രേമിച്ചു, എന്നാ നല്ലൊരുത്തനെ പ്രേമിച്ചൂടെ? കല്യാണമെങ്കിലും നടത്തായിരുന്നല്ലോ. നീ ഓരോന്ന് കാണിച്ചു വെക്കുന്നതിന് എന്റെ മോൾക്കും മരുമോനും എപ്പോഴും നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അഞ്ജു, ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അതൊന്നും നീ കാര്യാക്കണ്ട. എന്റെ പ്രിയ അല്ലെങ്കിലും ഇങ്ങനെയാ. അവളുടെ കാര്യത്തിൽ അവൾക്ക് ഒരു ശ്രദ്ധയില്ല. ഇപ്പൊ അവളൊരു അമ്മയാകാൻ പോവാ. ഇങ്ങനത്തെ സമയത്ത് കുറച്ച് ശ്രദ്ധയൊക്കെ വേണ്ടേ? അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ. നീ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ടാട്ടോ. ഇല്ലമ്മേ, നിങ്ങൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞതിൽ ഒരു ശരിയുണ്ട്. ഞാൻ ക്ലിനിക്കിലേക്ക് പോയിട്ട് വരാമേ. ശ്രദ്ധിക്കണേ, ബാഗ് എടുത്തില്ലേ നീ? ആമേ, പോയിട്ട് വാ.
ഈ വീടിനൊരു പരീക്ഷണം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടാകും. സിഹി, സികുട്ടാ, എന്തു പറ്റി മോളെ? അയ്യോ ഓക്കെ. ഇതെന്താ ഇത്രയധികം ഗോലികള്? അത് അച്ഛ, ഞാൻ ഗോലി കളിച്ചോണ്ടിരുന്നപ്പോ അറിയാതെ തന്നെ വീണതാ. അയ്യോ വേദനിച്ചോ? നേരത്തെ പറഞ്ഞില്ലേ സ്വാമി, ഈ കുട്ടിക്ക് ഈ വീട്ടിൽ പ്രയാസങ്ങൾ വിട്ടുമാറില്ല. ഇതിന് പരിഹാരം എന്താന്ന് പറയൂ സ്വാമി. ചടങ്ങോ പൂജയോ ഹോമമോ എന്തെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞോളൂ സ്വാമി. നോക്കൂ സ്വാമി, പൂജയും ചടങ്ങും ഹോമവും ഒക്കെ നടത്തി അതേ പ്രയാസത്തിന്റെ പരിണിത ഫലത്തെ കുറയ്ക്കാമെന്നല്ലാതെ പരീക്ഷണത്തെ തടയാൻ കഴിയില്ല. അങ്ങനെയാണോ? ശരി, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ.